ഡെലീഷ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പോൾ പല കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും പ്രധാനം അവരുടെ മാർക്ക് ഫൈനലാവുക എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ ബഹളം നടക്കുകയാണ്, ഇപ്പോൾ വലിയ ആശങ്കയുമുണ്ട്. എന്താണ് കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത്, വിചാരിക്കുന്നത്, എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ തന്നെ കുറേ കുട്ടികൾ ഈ JEE എന്നൊക്കെ പറയുന്നത്, JEEക്ക് തന്നെ മിനിമം പെർസെൻറ്റേജ്, ഇപ്പോൾ IITക്കൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ തന്നെ മിനിമം പെർസെൻറ്റേജ് OBCന്നൊക്കെ മിനിമം പെർസെൻറ്റേജ് 75% ആണ് മിനിമം. അപ്പം ഈ JEE പരീക്ഷകളൊക്കെ എഴുതി കിട്ടിയിട്ടും ഈ ഇങ്ങനത്തെ സ്കോർ കുറഞ്ഞു പോയി എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. അപ്പം ഇപ്പം നമുക്കിപ്പം കുട്ടികൾക്ക് എക്സാം എഴുതാൻ പോകുമ്പം നമ്മുടെ ആദ്യത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ എക്സാം എഴുതാൻ വരുന്നത്, അതുകൊണ്ട് മിസ്റ്റേക്സ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന CBSE പോലെ ഈ ഓരോ സിസ്റ്റം ആദ്യത്തെ പ്രാവശ്യമാണെങ്കിൽ അതിനെ ലാർജ് സ്കെയിലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൻ്റെ ഈ പറയുന്ന ഹാക്കിങ്ങും ഈ സ്കാനിങ് ഇഷ്യൂസ് ഇതെല്ലാം പ്രഡിക്റ്റബിളാണ്. ഇത് നേരത്തെ പ്രഡിക്റ്റബിളാണ്. എന്നെ സ്റ്റഡി ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഇതിനെ ഈ കുഴപ്പത്തിന് ഓരോ പരിഹാരങ്ങൾ കൊണ്ടുവന്ന് നേരത്തെ ഈ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യേണ്ടതാണ്. അതിന് ഇത് ആദ്യത്തെ പ്രാവശ്യമാണ്, നമ്മൾ സ്റ്റഡി ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുട്ടികളെയാണ് ബാധിക്കുന്നത്. നമ്മളെ പോലത്തെ ആയിരക്കണക്കിനുള്ള കുട്ടികളെയാണ് ബാധിക്കുന്നത്. അപ്പം ഈ എക്സാം എഴുതാൻ പോകുമ്പോഴും അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴും ഈ മാർക്ക് എന്ന് പറയുന്നത് 12th കൂടെയാണ് ഈ സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മളെ കണ്ടിരിക്കുന്നത്. പല കുട്ടികളും നമ്മുടെ 12th എഴുതിയ CBSEയുടെ അടുത്ത് വേണോ ചോദിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന അവർ പറയുന്നത് നമ്മുടെ ടെസ്റ്റ് സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. റാറ്റ് ലാബ്സ് പോലെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഈ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ അഡ്മിഷൻസ്, കോളേജ് അഡ്മിഷൻസ്, ഇതെല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു സംഭവമാണ്. അവർക്ക് ഫ്യൂച്ചർ കോളേജസ് ഉണ്ട്. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഫ്യൂച്ചർ നമ്മൾ നേരത്തെ കോളേജൊക്കെ സെറ്റാക്കി നമ്മൾ പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ കുഴപ്പങ്ങൾ കാരണം നമ്മളുടെ മാർക്കെല്ലാം കുറഞ്ഞു പോയി, നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് പോലും കിട്ടാതാവുന്നത്. അപ്പോൾ രാത്രി ഉണർന്നിരുന്ന് പഠിച്ച് ഞാനൊക്കെ കണ്ടിന്യൂസ് ആയി പഠിച്ചതാണ്. എന്നിട്ട് പോലും ഞാൻ എക്സ്പെക്ട് ചെയ്ത മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ ഫ്രണ്ട്സിനും കിട്ടിയിട്ടില്ല. അപ്പം ഞാനിത് കണ്ടുവരുന്നത്, നമ്മൾ കണ്ണിലൂടെ ഇങ്ങനെ കണ്ടുവരുമ്പം അവർക്ക് തന്നെ ഡിപ്രഷനും ആങ്സൈറ്റിയിലൂടെ അവർ പോയി വരുവാണ്. അവരും തെറാപ്പിക്കൊക്കെ, എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇപ്പോൾ തെറാപ്പിക്കൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എത്രമാത്രം കുട്ടികൾ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു. വ്യാപകമായി അങ്ങനെയാണ്. അവർക്കൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പം നിങ്ങൾ പഠിച്ച സ്ഥാപനങ്ങൾ, അധ്യാപകർ ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്താണ് പറയുന്നത്? ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടാമെന്നാണ് ഈ പറയുന്ന ടീച്ചേഴ്സ് തന്നെ പറയുന്നുണ്ടായിരുന്നു. അവർക്ക് പ്രോപ്പർ പ്ലാനിങ് അതായത് ട്രെയിനിങ്ങോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അതായത് ഇപ്പം കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഇച്ചിരി പ്രായം കൂടിയ ആൾക്കാർ, അവർക്കൊന്നും ഈ സിസ്റ്റത്തിലൂടെ അത്രയ്ക്ക് അവർ ഫെമിലിയറൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം അല്ലല്ലോ. അപ്പം അവർക്കിതിന് ഒരു പ്രോപ്പർ ട്രെയിനിങ് പോലും കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുമ്പം അതെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട്, ഈ സെക്യൂർഡ് ആയിട്ട് ലാർജ് സ്കെയിലിൽ നടക്കുന്ന ഒരു സംഭവമാണ്, ഓൺലൈനാണ്. അപ്പം ഈ കുഴപ്പങ്ങളൊക്കെ ഓൾറെഡി പ്രഡിക്റ്റബിൾ ആണ്. അപ്പം അതിനെ സ്റ്റഡി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഈ പറയുന്ന ഇപ്പം നമ്മൾ ഈ പേപ്പറിനെ എടുത്തിട്ട് ഇതിനെ പേപ്പറിൽ നമ്മൾ സ്ക്രീനിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ചെക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അവർക്ക് അതിൽ തന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ തന്നെ എടുത്ത് നോക്കുമ്പം കുറേ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ പറ്റും, അവർക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാനും എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പം അവർക്കും ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അപ്പം അത്രമാത്രം സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണിത്. ഇപ്പോൾ ലാർജ് സ്കെയിലിൽ നടക്കുമ്പം എത്രമാത്രം നമ്മുടെ കൺട്രിയിൽ തന്നെ എത്രമാത്രം കുട്ടികളാണ് ഇങ്ങനത്തെ ഓരോ വലിയ തോതിൽ